ഇനി പറയാനുള്ളത് ശ്രദ്ധിച്ചോളി. അപ്പൊ ചെലവ് വരെ കൊടുക്കാം, നിങ്ങൾ വന്ന് ശരിക്കും പഠിച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന് ഇന്ന് വരെ അവർ തയ്യാറായിട്ടില്ല എന്നതാണ് സത്യം. ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? വേറൊരാൾ, അയാൾ പൂക്കോട്ടൂർക്കാരനാണ്. അയാൾ പറയുന്നത് ഇവരോട് ചോദിച്ചപ്പോ സനത് ഇല്ല എന്നല്ലേ അവര് പറഞ്ഞത്, നമ്മൾ പറഞ്ഞ പോലെ സനത് ഇല്ല. അതൊരു കളവെന്ന് കേട്ടോളി. നേരത്തെ തന്നെ മുടിന്റെ ഒരു സനതിനെ കുറിച്ചുള്ള ഒരു വിവരം എനിക്കറിയില്ല. ചോദിച്ചിട്ട് അങ്ങനെ സനത് ഇല്ലാന്നല്ലേ അവർ പറഞ്ഞു. സനത് ഇല്ലാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. സനത് ഉണ്ടെന്നും സനത് അവിടെ അവരെ മർക്കസിലുണ്ടെന്നും മർക്കസിലുള്ളത് ആവശ്യക്കാർക്ക് കാണാമെന്നും. അല്ല ഈ പഴയ സനത് തന്നെ കണ്ട ആളുകൾ പറഞ്ഞു നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് സനത് ഉള്ളതൊക്കെ. എങ്ങനെ ആരെ കയ്യിൽ നിന്ന് കൈമാറിയവർക്കൊരു ഇല്ലല്ലോ. അല്ല ആ സനത് അവിടെ ഉള്ളത്, ഇത് നമ്മളെ തന്നെ ആളുകൾ കണ്ടത് ഇങ്ങനെ അവിടെ സനത് ഉള്ളത് അവിടെ പിന്നെ പ്രിന്റ് ചെയ്തത് അവരെ അയാളെ റൂമിൽ കറക്റ്റ് ആയിട്ടുള്ള മർക്കസിലുള്ള ഓഫീസിലുള്ളത് കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കൂട്ടത്തിന് ഒരൊറ്റ കൂട്ടി അതിന് ഇല്ല എന്ന് പറഞ്ഞ് അവർക്ക് തെളിയിക്കാൻ കഴിയുമോ? നേരത്തെ ഫൈസി തന്നെ പറഞ്ഞ എന്താ, അവിടെ ചെന്നാ കാണിച്ചു തരാന്നേ പറയുന്നുള്ളൂ. നമ്മളെന്താ വേണ്ടി ഫോണിൽ കൂടി ഇങ്ങനെ ഇതാ പിടിച്ചോ എന്ന് പറയാ വേണ്ടേ? അത് പറഞ്ഞല്ലേ ഫോണിൽ കൂടി കൊടുക്കുന്നതല്ല സനത്, വന്നാൽ തരാം, കാണിച്ചു തരാം, ഇന്നും കാണിച്ചു കൊടുക്കുമല്ലോ ഔദ്യോഗികമായി ബന്ധപ്പെട്ട്. ഇതല്ലേ എന്റെ ശരി. ഇനി മറ്റൊന്ന്, ഞാൻ കണ്ട ആളെ കണ്ടിട്ടുണ്ട്. കണ്ടാളെ കണ്ടാത്തോരാ ഇത്തരം കാര്യങ്ങൾക്ക് ആ സാധനം കാണണം. കണ്ടാലും കണ്ടില്ല, കേട്ടാലും കണ്ടിട്ടില്ല. എല്ലാ ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു വിഷയം കാണണമെന്നുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ആയിട്ട് പോയിട്ട് അന്വേഷിച്ച് നോക്കി. നമുക്ക് പഠിക്കാനുള്ള രൂപത്തിലാണെങ്കിൽ നമ്മൾ അന്വേഷിക്കൂല പോയിട്ട്. അന്വേഷിച്ചല്ലോ, അബ്ദുൽ ഹമീദ് വൈസ് നേരിട്ട് അന്വേഷിച്ചല്ലോ. ഫോണിലോ? നേരെ ചോദിച്ചു. ഫോണിലല്ലേ? ആ ഫോണിൽ മതിയല്ലോ, അങ്ങോട്ട് വരിക പറയണ്ടേ, അത് തരാൻ. അതേ വരാന്നല്ലേ എല്ലാ മർക്കസിൽ വന്നാൽ കാണിച്ചു കൊടുക്കാന്ന് പറയുകയും ചെയ്തിട്ടില്ലേ? പറഞ്ഞിട്ടില്ല, അയാളോട് പറഞ്ഞില്ല. എന്താ നിങ്ങൾ പറയുന്നത്? പറഞ്ഞു അമീദ് ഫൈസി പറയുന്നത് അങ്ങനെ ചെന്നാൽ കാണിച്ചു തരാന്ന് പറഞ്ഞിരുന്നു. ഇയാള് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല, പൂക്കോട്ടൂർക്കാർ പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇയാളോടൊക്കെ ചോദിച്ചു എന്തായി പറയുക, ഏതൊരു മനുഷ്യരോട് ചോദിച്ചു, അതൊരു വാക്കാരോട് ചോദിച്ചു ഏതാണ്. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി അമീദ് ഫൈസി പറയുന്നത് കേൾപ്പിച്ചു കൊടുത്തേ, ചെന്നാൽ കാണിച്ചു തരാന്ന് പറഞ്ഞു. നമ്മളിൽ രണ്ട് കാര്യമാണ് പറഞ്ഞത്, നമുക്ക് ഉറപ്പിച്ചു പറയാം. ഒന്നാമത്തിന്റെ ആരാണ് ഇയാൾക്ക് ഇത് കൈമാറിയത് എന്ന് ചോദിച്ചിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവിടെ വന്നാൽ പറഞ്ഞുതരാനൊക്കെ പറയാനല്ലാതെ നേർക്ക് ശരിക്കും പറയുന്നില്ല. കേട്ടോ, അപ്പൊ അവിടെ ചെന്നാ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു എന്ന് അയാൾ എന്നെ സമ്മതിക്കുന്നു. എന്നിട്ട് മറ്റേ പറയാം അങ്ങനെ പറഞ്ഞ സനത് ഇല്ല എന്നാ പറഞ്ഞത്. ഇവർക്കെല്ലാം മരിക്കണ്ടേ? എനിക്ക് മനസ്സിലാത്ത വിഷയം അതാണ്. ഇവർക്കൊക്കെ മരിക്കണ്ടേ? പിന്നെ ഇവരെന്താ വാശി കിട്ടുന്നത്? ഞാൻ ചോദിക്കട്ടെ, പട്ടിക്കാടുന്ന് സനത് കൊടുക്കാൻ വേണ്ടി കൊല്ലത്തിലായി ഇന്ന് വരെ പത്രത്തിൽ കൊടുത്തിനോ സനത്? പത്രത്തിൽ പ്രസിദ്ധീകരിച്ചുകൂടെന്നല്ലേ ചോദിച്ചത്? നിങ്ങൾക്കൊക്കെ കിട്ടിയ സനത് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾ സമുദായത്തോട് മറുപടി പറയണം. എന്താണ് ഈ പറയുന്നത്? അപ്പോ സനത് എന്താ പത്രത്തിൽ കൊടുക്കാത്തത്? എന്താ ഫോണിൽ വിളിച്ചറിയാത്തത്? ഇങ്ങനെയാണോ സനത്? സനത് എന്ന് പറഞ്ഞാൽ അതിനോടൊരു ആദരവ് വേണ്ടേ, ഒരു ബഹുമാനം വേണ്ടേ? ഞങ്ങൾക്ക് ഇമാമിങ്ങളാണ് ദീന് പഠിപ്പിച്ചത്, അദബ് പഠിപ്പിച്ചത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ദർസ് നടത്തുമ്പോ ആ ദർസിൽ വരൂല, ഞാൻ ഇവിടുത്തെ രാജാവാണ്, രാജാവിന്റെ മകനായ എനിക്ക് ദർസ് നടത്താൻ നിങ്ങൾ എന്റെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞപ്പോ മാലിക് ഇമാം പറഞ്ഞ മറുപടി എന്താണ്? ഓ രാജാവേ, ഇത് അല്ലാഹുവിന്റെ റസൂലിന് കിട്ടിയ ഇൽമാണ്. അല്ലിൽ മുയുത്ത വലായതി, ഇൽമ് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി രാജാവാണെന്ന നിലക്ക് ഞാൻ വീട്ടിൽ വന്ന് ദർസ് നടത്തുകയും അതേ സമയത്ത് പാവപ്പെട്ടവർ എന്റെ അടുത്ത് വന്ന് ദർസ് നടത്തുകയും ചെയ്യുന്ന അങ്ങനെ വിവേചനം കാണിക്കുന്ന ഒരു വസ്തുവല്ല ഇൽമ് എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞില്ലേ? അപ്പൊ സനദ് എന്ന് പറയുന്നത് അതൊരടിസ്ഥാനമാണ്, ഒരു രേഖയാണ്. ആ രേഖ ഫോണിലൂടെ പറഞ്ഞു കൊടുക്കാനുള്ളതല്ല. ഇതിന്നും മനസ്സിലാകാത്തവരാണോ ഇവർ? ചോദിക്കട്ടെ, നിങ്ങളെ വീട്ടിനൊക്കെ ആധാരമില്ലേ? അതതിന്റെ സനദ. പറമ്പില്ലേ? അതിന്റെ സനദ. ആ സനദ് നിങ്ങൾ ഇങ്ങനെ വായിക്കല ഫോണില്? അതൊരു കോടതിയിൽ വേണ്ടി വന്നാൽ അതറ. ഒരാൾക്ക് അതിന്റെ പകർപ്പ് കിട്ടണമെങ്കിൽ അവിടെ പോയി
രജിസ്റ്റർ ഓഫീസിൽ തന്നെ കിട്ടണമെങ്കിൽ പൈസ അടിച്ച് ഒരുപാട് ബഹുമാനിക്കണം എന്നാലേ കിട്ടുള്ളൂ. ഇനി ഇയാളെന്ന് കിട്ടണമെങ്കിലോ അതിനേക്കാളും ബഹുമാനിക്കണം എന്നാലേ കിട്ടുള്ളൂ. അതല്ലേ സെനത്. സെനത് എന്ന് പറഞ്ഞാൽ അതിന്റെ ആധാരം. ആ ആധാരം അങ്ങനെ ആരെങ്കിലും പറയുമ്പോഴേക്ക് വായിച്ചു കൊടുത്താൽ അതിനുള്ള അതവ് അറിയും. ഇല്ലാഞ്ഞിട്ടല്ല. ഇതാ ഈ സ്റ്റേജ് മുന്നിലൊക്കെ ഉസ്താദിനെ സ്നേഹിക്കുന്ന വൈബിങ്ങൾ അഹങ്കാരങ്ങളും സെനത് വേണമെങ്കിൽ എല്ലാവരും നോക്കിക്കോളി. ഉസ്താദിന്റെ നേരെ അപ്പുറത്തും ഉസ്താദവറുകൾക്ക് മുടി ശറഫാക്കപ്പെട്ട മുടി വടക്കേ ഇന്ത്യയിൽ നിന്ന് കൈമാറിയ മൗലാന ഇഖ്ബാൽ വലി അലിയാവാല എന്ന മഹാൻ മുതൽക്ക് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു വഴിയായും അതുപോലുള്ള മഹാന്മാർ വഴിയായും എല്ലാം ഉള്ള ഈ സനദ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഇതിൽ ഖുതുബുൽ അഖ്താബ് ശൈഖ് മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങളെ പേരും ഇടക്ക് കാണാം. അങ്ങനെ ഉസ്താദ് മുതൽക്ക് സാദാത്യങ്ങൾ ഓരോരുത്തരുടെയും പേര് അവസാനം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ എത്തുന്നു. ആ സനദ് ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ഇത് വലിച്ചെറിയാനുള്ളതല്ല. താങ്കൾക്ക് വേണേ നോക്കിക്കോളൂ. ഇത് വലിച്ചെറിയാനുള്ളതല്ല. ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞ് ആഖിറത്തിൽ കുടുങ്ങണ്ട. ആർക്കെങ്കിലും അപ്പുറത്തെ സമസ്ത, ഞങ്ങൾ കഴിഞ്ഞ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ, ആ മുശാവറയിൽ ഞങ്ങൾ പത്രത്തിൽ കൊടുത്ത റിപ്പോർട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എന്താ കൊടുത്തത്? അനാവശ്യ വിവാദം വലിച്ചിടേണ്ടതില്ല. ഔദ്യോഗികമായി സംശയം തീർക്കാനുള്ള അവസരം എപ്പോഴുമുണ്ട്. ഔദ്യോഗികമായി അപ്പുറത്തെ സമസ്തയിലുള്ള പണ്ഡിതന്മാർക്ക് സംശയം തീർക്കണോ, അവർക്ക് കാണണോ, അപ്പുറത്തെ സംഘടനയിലുള്ളവർക്ക് കാണണോ, ഞങ്ങൾ മോനെ എന്നേ വിളിക്കൂ, പ്രായം കുറഞ്ഞവരെ. പക്ഷേ ഇത് പ്രായമുള്ള ആളുകളെ ഞങ്ങൾ മോനെ എന്ന് വിളിക്കൂല. ഇപ്പൊ അപ്പുറത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ്, അദ്ദേഹത്തെ ഞങ്ങൾ മോനെ എന്ന് ഞാൻ വിളിക്കൂല. അദ്ദേഹത്തിന്റെ ആദരവ് കൊടുക്കും. എങ്ങനെയാണ്? ഉമിർന അൻ നുനസ്സില അന്നാസ മനാസിലഹും. സ്വഹീഹ് മുസ്ലിമിന്റെ 1-ാമത്തെ ഹദീസിന്റെതാണ്. ഓരോരുത്തർക്ക് അർഹമായ സ്ഥാനം വകുവെച്ച് കൊടുക്കണം. 49 വയസ്സുള്ള ആള് കാന്തപുരസ്ഥാനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോ ഓതി പഠിച്ചിട്ടുണ്ടെങ്കിൽ, നഫയുണ്ടെങ്കിൽ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. അപ്പോ അത് ഏത് എത്ര വലിയ എതിരാളിയായ എത്രത്തോളം ഒരു പ്രതിപക്ഷ ബഹുമാനം അത് നിർബന്ധ. അതൊരു പ്രസ്ഥാനത്തിന്റെ, നിങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ ഇസ്ലാമിനെയാണ് ജനങ്ങൾ കാണുന്നത്. മുസ്ലിം പണ്ഡിതന്മാരല്ലേ ഇവർ കടിച്ചു കീറുകയല്ലേ എന്നാ ജനങ്ങൾ ധരിക്കുക. എന്തിനും ഒരു അന്തസ്സും അഭിമാനവും അത് കാത്തു സൂക്ഷിച്ച് ജീവിക്കണം. ഇരിക്കട്ടെ. അപ്പൊ സനദ് ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല, അത് പച്ചക്കള്ളമാണ്. സനദ് ഇവിടെയുണ്ട്. ആർക്കും വേണമെങ്കിലും മർക്കസിൽ എന്താ കാണിച്ചു തരുന്നത്? ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കണ്ട, ഞാനിവിടെ. ഉസ്താദിന് കുറെ 10,000 കണക്കിന് ശിഷ്യന്മാരില്ലേ? ഉസ്താദിന് ഈ പ്രായമുള്ള കാലത്ത് ബുദ്ധിമുട്ടുന്നു. ഞാനുണ്ട് സിറാജുൽ ഹുദ. ആർക്ക് ഔദ്യോഗികമായിട്ട് വരണേ, അല്ലാതെ എനിക്കും വേറെ പണിയുണ്ട്. ഇതൊക്കെ വെറുതെ ആയതല്ല, ഔദ്യോഗികമായിട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കാനോ. ഇത് ഇപ്പൊ ഞാൻ തങ്ങളെ കയ്യിൽ കൊടുത്തത് തഫ്സീലിയായ സനദ, വിശദമായ സനദ്. 2 വിധം സനദ് മുഖ്തസറുണ്ട്, സനദ് മുഫസ്സലുണ്ട്. മുഫസ്സലാണ് ഞാൻ കൊടുത്തത്. സനദ് മുഖ്തസർ അത് മർക്കസിൽ നിന്ന് തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ഹുദവിക്ക് കാണിച്ചു കൊടുത്തു. सल्लल्लाहु अलैहि वसल्लम के मोहर मुबारक कबीर बुजुर्गों से मशहूर होते हुए जनाब इकबाल वली मोहम्मद गालिया वाला बजाई वाले के पास में आए तो इस्लाम से महफूज थे। उन्होंने इसी मोहर मुबारक की साले के बाद पेश की।